അല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി മാത്രമാണ്. കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിരന്തരം പുറത്തു വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ്. അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് അത് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നല്ലാതെ അതിന് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനില്ല എന്നുള്ളതാണ് വസ്തുത. CPM നേതാക്കളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. UDF-ന്റെ MLA-ആണ് UDF പ്രതിരോധത്തിലായി എന്ന രീതിയിലേക്ക്. ഏതെങ്കിലും തരത്തിൽ UDF-ന്റെ സാധ്യതകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാധിക്കും? ഒരു ബാധിച്ചിട്ടില്ലല്ലോ. ഇത് കത്തിന്നപ്പോഴല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നത്. തീരെ ബാധിച്ചിട്ടില്ലല്ലോ. കാരണം ഫസ്റ്റ് ഡേ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തതുകൊണ്ട് ജനങ്ങൾക്കറിയാം. വാർത്താമാധ്യമങ്ങളത് ആവർത്തിച്ച് കൊടുക്കുന്നു എന്നല്ലാതെ ആ കാര്യത്തിൽ ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രകടമാക്കുകയും ചെയ്തു. പിന്നെ അത് സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾക്ക് ഇനി ആ വ്യക്തി മറുപടി പറയാന്നല്ലാതെ പാർട്ടി മറുപടി പറയേണ്ട കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കോൺഗ്രസ് അന്ന് നിലപാടെടുത്തതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇത് മുഴുവൻ കോൺഗ്രസിന് തലയിൽ കിടന്നേനെ. അത് കോൺഗ്രസിൻ്റെ മാതൃക വളരെ യൂണിക്കായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ആപ്റ്റായിട്ട് സമയത്തിന് തീരുമാനമെടുത്ത ഒരു കേസാണത്. അതുകൊണ്ട് ഇനി അതിൽ കോൺഗ്രസിന് മറുപടി പറയേണ്ട കാര്യമില്ല. കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും, നിയമങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്നേ ഉള്ളൂ.